ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ്. ദീപാവലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. വീടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് കുറച്ച് കിച്ചൺ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കിച്ചൺ ക്ലീനിങ് പറഞ്ഞാൽ ഈ വാർഡ്രോബ്സ്, കിച്ചണിൻ്റെ കബോർഡ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ വൈറ്റ് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യൽ എങ്ങനെയാണ്. വൈറ്റ് കിച്ചൺ കാണാനായിട്ട് ആക്ച്വലി നല്ല രസമാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെയിലി കഴിഞ്ഞ കുക്കിംഗ് പരിസരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ വൈറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി വീക്ക്ലി വൺസ് ഒക്കെ, പക്ഷേ എനിക്കിങ്ങനെ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീക്ക്ലി വൺസ് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് പാടുകൾ എനിക്ക് എൻ്റെ കണ്ണിൽ പെടുമ്പോൾ വൃത്തികേടായി എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഇതേപോലെ ഈ കോളിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേയിങ് ലിക്വിഡ് കിട്ടും, അത് വെച്ചിട്ട് മാത്രമേ ക്ലീൻ ചെയ്യാവൂ. ഇൻറ്റീരിയർ ചെയ്തവർ ഡി ലൈഫാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോളിൻ വെച്ചിട്ട് മാത്രമേ ഈ കബേർഡ്സ്, വുഡൻ കബേർഡ്സ് ക്ലീൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് ചീത്തയാവും. അപ്പം കോളിൻ വെച്ചിട്ടാണ് ഞാൻ ഈ വുഡൻ ഭാഗങ്ങളെല്ലാം ഇതേപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് ഭാഗങ്ങൾ വുഡ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഷൈനിങ്ങും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ നിലനിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറെ ഒരു ഞാൻ ആ ഉണ്ടാക്കിയ സ്പ്രേയിങ് ലിക്വിഡൊന്നും ഞാൻ അതിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. കോളിൻ വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ വുഡൊക്കെ ചീത്തയാവുമല്ലോ. കാരണം അതിൽ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഗ്യാസിൻ്റെ ഭാഗങ്ങളും കുക്കിംഗ് ഭാഗങ്ങളുടെ അടിയിലൊക്കെ ആകുമ്പോൾ അത് പിന്നെ ഞാൻ മറ്റേ വുഡ് ആൻഡ് ഹോബിൻ്റെ അടിയിൽ മിക്ക ദിവസവും ചെയ്യാറുണ്ട്. പക്ഷെ ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ മുകളിൽ കയറേണ്ടതും കുനിഞ്ഞ് ചെയ്യേണ്ടതൊക്കെയാണ് ഞാൻ ഡെയിലി ചെയ്യാത്തത്. അതൊക്കെ ഇങ്ങനെ ഒത്തിരി വൃത്തികേടായി എന്ന് തോന്നുമ്പോഴാണ് ഇതേപോലെ കോളിൻ വെച്ചിട്ട് ചെയ്യുന്നത്, സ്പ്രേയിങ് ലിക്വിഡും. അതും 2-3 പ്രാവശ്യം വെച്ചാൽ ആ നനഞ്ഞ പാടും കാണാൻ പാടില്ല. അപ്പം 2-3 പ്രാവശ്യം ഡ്രൈ ആയ സ്പോഞ്ച് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്യും. പിന്നെ മെറ്റൽ ഭാഗങ്ങളൊക്കെ WD എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേയിങ് ലിക്വിഡാണ്, അതാണ് ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിലെ ആ ഒരു തൊലി പോലെ അതിൽ നിന്നും ഇളകി വരും, കുറച്ചിങ്ങനെ വാട്ടർ കണ്ടൻ്റൊക്കെ അതിലിരുന്നാൽ. അപ്പോൾ അതും WD വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. അതാണ് എൻ്റെ കിച്ചണൊക്കെ ഒരുപാട് വൃത്തിയാക്കി. പിന്നെ നന്ദുവിൻ്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതെൻ്റെ പുതിയ ബെഡ്ഷീറ്റാണ്, ഞാൻ ഉദയപൂരിൽ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റൂമിലെ മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ഇത് കുറച്ചുകൂടെ നല്ല ബെഡ്ഷീറ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വിരിക്കാനായിട്ട് കുറച്ചുകൂടെ ഒരു കോസ്റ്റ്ലി ആയിട്ടൊരു ബെഡ്ഷീറ്റാണ്. 2000 ഒക്കെ റേഞ്ചാണ് ഇതിന് കേട്ടോ. ഞാനിപ്പം കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് MamaEarthൻ്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. എന്നുവെച്ചാൽ സാധാരണ മോയ്സ്ചറൈസർ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്കിന്നിൽ ഇങ്ങനെ ഭയങ്കര മങ്ങി ആ ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് തരും, പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടും സ്കിൻ ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ ആ ഒരു പ്രശ്നം നന്നായിട്ട് മാറി. ഇത് കുറച്ച് യൂസ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഞാൻ നല്ലോണം എടുക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലതായിട്ട് വാരി പൂശിയാണ് ഇത് ഉപയോഗിക്കുക. ടെക്സ്ചർ ഇഷ്ടമെന്ന് പറയാൻ കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് ഒട്ടും ഒട്ടലായിട്ട് എത്ര വാരി പൂശിയാലും സ്റ്റിക്ക് ആവത്തില്ല, മുഖത്ത് ഇങ്ങനെ ഒട്ടലൊട്ടും ഫീൽ ചെയ്യത്തില്ല. എത്ര കൂടുതലിട്ടാലും നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആയി പോകും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല ഷുഗറാണ് എൻ്റെ മുഖത്ത് നല്ലൊരു ചേഞ്ച് വന്നത്. ഈ വൈറ്റമിൻ സി ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും തരും. പിന്നെ സ്കിൻ ഓഫ് കോഴ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ കാര്യം അതിന് ഡെഫിനറ്റ്ലി അതിനകത്ത് ആ വൈറ്റമിൻ സി ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. മോയ്സ്ചറൈസേഷനും ഗ്ലോയും കൂടെ തരുന്ന ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്ക് MamaEarthൻ്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ തോന്നിയിട്ടുള്ളത്. MamaEarthൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഞാനിപ്പം സ്ഥിരമായിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം MamaEarthൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം കെമിക്കൽ ഫ്രീ ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ പ്രാവശ്യം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡറും അവർ പ്ലാൻ ചെയ്യുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞ് തൈകളോട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ 2025 ആകുമ്പം 1 മില്യൺ ട്രീസ് ആണ് അവർ എയിം ചെയ്യുന്നത്. നിങ്ങൾ അവർ ഓരോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ ബോക്സിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഇപ്പം എത്ര ട്രീസ് ആയെന്നൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ. പിന്നെ അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിൽ മാത്രം
മാത്രമല്ല ഓരോരോ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, ഓരോ റാക്കിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ആ കമൻറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തുണ്ടെന്നൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ. എല്ലാവർക്കും ഓൺലൈൻ മേടിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് കടകളിൽ പോയി മേടിക്കാനായിട്ടും ഉപകാരമാവും. വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ മേടിക്കാനായിട്ട് Dream2023 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാവുമേ. ഇനി കിച്ചണിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. 2 സ്വീറ്റ്സ് ആണ്, ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഷാഹി തുക്ഡ. അപ്പം ഇതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ 3 കവർ പാല്, ഞാൻ മിൽമയുടെ 3 കവർ പാലാണ് എടുത്തത്. അപ്പം 3 കവർ പാല് തിളപ്പിക്കാൻ വെച്ച് 1.5 ലിറ്ററിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒരു കസ്റ്റേർഡ് മിക്സ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കി വെക്കണം. അതിൽ നിന്ന് തന്നെ കുറച്ച് കസ്റ്റേർഡ് പൗഡറെല്ലാം കൂടെ ഫുൾ ആ പാലിനകത്തോട്ടിട്ട് എല്ലാം കൂടെ കട്ടായി പോകും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ കുറച്ച് പാലെടുത്ത് ചൂടാവുന്നതിന് മുമ്പേ കുറച്ച് പാലെടുത്തൊന്ന് ഇച്ചിരി ചൂടായാലും കുഴപ്പമില്ല, ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം എല്ലാം കൂടെ അതിനകത്തോട്ട് ഇടാനായിട്ട്. അപ്പം പാല് നല്ല ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്തിന് ഒരു കപ്പ് അല്ലെങ്കിൽ എല്ലാവരുടെയും മധുരം അനുസരിച്ച് ഞാനൊരു 1-1.25 കപ്പ് പഞ്ചസാര അതിനകത്തോട്ടിട്ട് 1.5 ലിറ്റർ പാൽ. ഇപ്പോൾ 1 ലിറ്റർ ആണെങ്കിൽ നിങ്ങളൊരു 3/4 കപ്പ് ഒക്കെ മതി കേട്ടോ. അപ്പോൾ 1.5 ലിറ്റർ ഉണ്ടാക്കണം എന്നില്ല, ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പം 1 ലിറ്റർ ആണെങ്കിൽ 1 കപ്പ് പഞ്ചസാര. ഞാൻ 1.5 ലിറ്റർ പാലിന് വേണ്ടി ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ കസ്റ്റേർഡ് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. അതിന് ഒരു 3-4 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കണം. ഇച്ചിരി ഒന്ന് കുറുകി വരും ആ പഞ്ചസാരയും കസ്റ്റേർഡ് പൗഡറും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ, അടി ചേർത്ത് ഇളക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടും. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കിയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ചതിട്ടു. ഞാനിപ്പോൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ഇട്ടാലും മതി. ഒരു 1/4 ടീസ്പൂൺ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ, ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വാനില എസൻസ് അതിലോട്ട് ചേർത്താലും മതി. ചിലർക്ക് ആ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലല്ലോ. അപ്പം ഞാൻ ഏലക്ക അതാണ് ഒറിജിനൽ ടേസ്റ്റ് ഇതിന് ചേർക്കാറ്. എന്നിട്ട് അത് ഏലക്ക ചേർത്ത ഉടനെ അല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിൽ ഉടനെ ഫ്ലെയിം ഓഫാക്കി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് അടുത്തത് ചെയ്യുന്നത് നമ്മൾ ബ്രെഡ് മുറിക്കാനായിട്ട് തുടങ്ങും. ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എഡ്ജൊന്നും കട്ട് ചെയ്യണ്ട, ഇതേപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ഇതായിട്ട് നടുക്കൂടെ ട്രയാങ്കിൾ ആക്കും, പിന്നെ അതിനെ വീണ്ടും വീണ്ടും കുട്ടി ട്രയാങ്കിൾ ആക്കുക. അങ്ങനെ മാക്സിമം ചെറുതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 ലിറ്റർ വെള്ളത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിക്കാനായിട്ട് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന പോലെ ഒരു 5 മിനിറ്റ് മതി. ഒരു ചെറിയ സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയി വരണം, അത്രേ ഉള്ളൂ. വെള്ളം നല്ലപോലെ തിളച്ചൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇച്ചിരി വാനില എസൻസ് അതിലോട്ട് ചേർത്തു. അല്ലെങ്കിൽ ഈ കുങ്കുമപ്പൂവിൻ്റെ അതുണ്ടെങ്കിൽ അത് ചേർക്കാം, ഫ്ലേവറിന് വേണ്ടിയിട്ട്. കളറും കിട്ടും, ഫ്ലേവറും കിട്ടും. എന്നിട്ടും അത് ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ നട്ട്സ്, ഈ കാഷ്യൂ അല്ലെങ്കിൽ ബദാം, പിസ്ത, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റി വെക്കണം. നെക്സ്റ്റ് ഇനിയും ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും എടുക്കുന്നത്. നെയ്യിൽ കൂടെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് വരും. അപ്പം ഫുള്ള് നെയ്യ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഹാഫാണ് എടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് നെയ്യും എണ്ണയും ഒഴിച്ചിട്ട് ഈ ബ്രെഡ് പീസസ് അതിനകത്തോട്ട് ഇടുവാണ്. ഒത്തിരി നേരം ഫ്രൈ ചെയ്യണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ബ്രെഡ് പെട്ടെന്ന് ഫ്രൈ ആയി വരുമല്ലോ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ്സിനകം ബ്രെഡ് പെട്ടെന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതാണ് ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നും വേകാനില്ല, ജസ്റ്റ് ആ സൈഡൊന്നും ഇങ്ങനെ ബ്രൗൺ ആയി നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് പെട്ടെന്ന് ബ്രൗൺ ആയി വരും. പെട്ടെന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് വേഗം അങ്ങ് എടുക്കണം. എടുത്ത് ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ആ ബ്രെഡ് പീസസ് ഫുള്ള് ഇങ്ങനെ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തു. നെയ്യില്ലെങ്കിലും സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യിലെടുക്കുമ്പം കുറച്ചുകൂടെ ആ നെയ്യുടെ ഒരു ടേസ്റ്റ് വരും, അത്രേ ഉള്ളൂ. പിന്നെ ആ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് എല്ലാം 2 സെറ്റിംഗ് ട്രേയിലോട്ടാക്കി മാറ്റി. ഒരെണ്ണം ഞാൻ വീട്ടിലത്തേക്കും ഒരെണ്ണം അച്ഛൻ്റെ അമ്മയുടെയും മുരളിയുടെ അച്ഛൻ്റെ അമ്മയുടെയും അങ്ങോട്ടും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ദീപാവലിക്ക് ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകും. അപ്പം അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് അത് ആക്കി വെച്ചിട്ട്. പിന്നെ ഫ്രൈ ചെയ്ത ബ്രെഡ്
അപ്പം തന്നെ ഉടനെ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടു. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് അങ്ങനെ മുക്കി വെക്കരുത്, ഒരു മാക്സിമം 2 മിനിറ്റ്സ് കേട്ടോ. അത് കഴിഞ്ഞാൽ അതെല്ലാം കുതിർന്നു പോകും. അപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ഈ കസ്റ്റേർഡ് മിക്സിലോട്ട്, അപ്പം ഞാൻ ഈ കാണിച്ച ഓർഡറിൽ തന്നെ വേണം ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യാനായിട്ട് കേട്ടോ. ആദ്യം കസ്റ്റേർഡ് മിക്സ് ഉണ്ടാക്കി വെക്കുക, പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുക, പിന്നെ ബ്രെഡ് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഈ ഷുഗർ സിറപ്പിലിട്ട് നേരെ കസ്റ്റേർഡ് മിക്സിനകത്തോട്ട് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്താലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഷുഗർ സിറപ്പിലിട്ടിട്ട് ആ 2 മിനിറ്റ്സിനകം തന്നെ അപ്പം തന്നെ എടുത്ത് ഈ കസ്റ്റേർഡ് മിക്സിലോട്ട് നേരെ ഇടുക. അത് നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിത് ഉണ്ടാക്കാൻ തോന്നാൻ കാര്യം, ഞങ്ങൾ ഈയിടെ മൂന്നാറിൽ ദ ലീഫ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയില്ലേ, അവിടെ ഈ ഷാഹി തുക്കടി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഒന്നെങ്കിൽ നമുക്ക് ചൂടായിട്ട് സെർവ് ചെയ്യാം, മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും സെർവ് ചെയ്യാം. ഞാൻ അവിടെ വെച്ചിട്ട് ചൂടായിട്ടാണ് കഴിച്ചത്. ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിസ്തയോ നട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ നാളായിട്ട് മറന്നിരുന്ന ഒരു ഡെസേർട്ട് ഈയിടെ വീണ്ടും ഓർത്തു. അത് ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായി. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഡെസേർട്ട് കാണാം. ഇത് കോഫി പുഡിംഗ്. ഇവിടെ നന്ദുവിനും മുരളീനും ഒക്കെ ഇഷ്ടമായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ, കോഫി പുഡിംഗ്. അപ്പം 1 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. തിളയ്ക്കൊന്നും വേണ്ട, പാല് നന്നായിട്ട് ചൂടായാൽ മതി. ചൂടായി വരുമ്പോഴത്തേക്കാണ് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ കോഫി പുഡിംഗ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി, ഏതെങ്കിലും നല്ല കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ 4 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അപ്പം നിങ്ങളുടെ സ്ട്രോങ് കോഫിയാണ് എനിക്കിഷ്ടം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ടീസ്പൂൺ. കുറച്ച് ലൈറ്റായിട്ട് മതിയെങ്കിൽ 3 ടീസ്പൂൺ ഇട്ടാലും മതിയേ. എന്നിട്ട് കാപ്പിപ്പൊടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്, കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. വേണമെങ്കിൽ കുറച്ച് പാലെടുത്ത് മറ്റേ കസ്റ്റർഡ് ചെയ്ത പോലെ സെപ്പറേറ്റ് ആയിട്ട് മിക്സാക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് കോൺഫ്ലോർ ഇതിനകത്തോട്ട് തന്നെ ഇട്ടങ്ങ് ഇളക്കുവാണ് കേട്ടോ. എന്നിട്ട് കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സാക്കി, നന്നായിട്ട് ലംസൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം, ഒട്ടും കട്ട കെട്ടാതെ കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറുകി വരും. ആ കുറുകി വരുന്ന പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കേണ്ടത്. നിഷാ സ്പൈസസ് പണ്ട് കണ്ടുകൊണ്ടിരുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ, ഞാനിത് പല രീതിയിലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. കോഫി ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്, ബേസ് ലെയർ ബേസിക്കലി ബിസ്ക്കറ്റാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നല്ല ഇതാക്കി കഴിയുമ്പം ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കുക തണുക്കാനായിട്ട്. ഇനി ബേസ് ലെയർ ഉണ്ടാക്കാം. ഞാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒക്കെ എടുക്കാം. ഓറിയോ വെച്ച് ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ബട്ടറും കൂടെ ഇട്ടിട്ട് വേണം പൊടിക്കാൻ, എന്നാൽ ഫേമായിട്ട് ആ ബിസ്ക്കറ്റ് ലെയർ അവിടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞ് കിടക്കത്തില്ലേ. ടൈറ്റായിട്ടിരിക്കാനാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ എത്ര ബിസ്ക്കറ്റ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷനായിട്ട് ചേർത്ത്, ഞാനിപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ബട്ടർ. സോൾട്ടഡോ അൺസോൾട്ടഡോ ആയാലും ഏതായാലും കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പ് രസം ഉണ്ടെങ്കിലും ടേസ്റ്റ് നല്ലതാണ്, കുഴപ്പമില്ല. എന്നിട്ട് ബട്ടറും കൂടെ ചേർത്ത് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട്, ഞാനിപ്പോൾ ആ പുഡിംഗ് ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പം വേറെ പുഡിംഗ് ട്രെയിൽ എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അതിൻ്റെ ബേസിലോട്ട് ഇടുവാണ്. എല്ലാ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് തന്നെ, പുഡിംഗ് ബൗളിലോട്ട് തന്നെയാണ് എടുക്കുന്നത്. അതൊരു ചേഞ്ചിന് വേണ്ടി, അല്ലെങ്കിൽ പുഡിംഗ് മറ്റേ സെർവിങ് ട്രെയിലോട്ടും എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അത് നന്നായിട്ട് പ്രസ്സാക്കണം. നിങ്ങൾ പുഡിംഗ് മറ്റേ സെർവിങ് ട്രെയിലാണെങ്കിൽ നന്നായിട്ട് പ്രസ്സാക്കണം. ഇങ്ങനെ പ്രസ്സായിരിക്കാനാണ് ബട്ടർ വെച്ചിട്ട് പൊടിക്കുന്നത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മാത്രം പൊടിക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു കിടക്കും. ബട്ടർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഫേമായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അടിയിൽ നല്ലൊരു ബിസ്ക്കറ്റ് ലെയർ കിട്ടും. എന്നിട്ട് നന്നായിട്ട് പ്രസ്സാക്കി ഇങ്ങനെ വെക്കുക. നല്ല ടൈറ്റായിരിക്കും കേട്ടോ, ബട്ടർ കൂടെ ചേർത്തുകൊണ്ട്. സ്പൂൺ വെച്ച് ഞെക്കുമ്പോൾ തന്നെ നല്ല പ്രസ്സായിക്കോളും. ബിസ്ക്കറ്റ് നല്ല തിക്കായിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് ഇതേപോലെ ആ കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കണം. തണുക്കുമ്പോൾ നല്ല സെറ്റായി വരും കേട്ടോ, കോൺഫ്ലോർ ഇട്ടുകൊണ്ട് നല്ല സെറ്റായി വരും. എനിക്ക് തോന്നിയ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ജെലാറ്റിൻ ആയിരുന്നു എന്ന് തോന്നുന്നു. നിഷാ സ്പൈസസിൻ്റെ ഇതിനകത്ത് ചാനലിനകത്ത് ജെലാറ്റിൻ വെച്ച് ചെയ്യാം, ചൈന ഗ്രാസ് വെച്ച് ചെയ്യാം, കോൺഫ്ലവർ വെച്ച് ചെയ്യാം, പല രീതിയിൽ ചെയ്യാമല്ലോ പുഡിംഗ്. ഇതിപ്പോൾ ഞാൻ കോൺഫ്ലവർ വെച്ച്, അതൊന്നും ഇല്ലാത്തവർക്ക് കോൺഫ്ലവർ വെച്ചും ചെയ്യാം. ഇതേപോലെ എല്ലാം വെച്ച് നമുക്ക് പുഡിംഗ് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ മുരളീൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിനകത്ത് ഇതേപോലെ
ബിസ്ക്കറ്റ് വെച്ചിട്ട് മുകളിൽ ഇതേപോലെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്. മുകളിൽ എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ ലെയർ ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്താൽ മതി. ബാക്കി ബിസ്ക്കറ്റ് പൗഡർ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നുവെച്ചാൽ ആരോ റൂട്ടും ഇതും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. ആ കോഫി മിക്സിനകത്ത് ഞാൻ വാനില എസൻസ് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് അറിഞ്ഞൂടാ. കോഫി മിക്സിൻ്റെ കൂടെ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്തേ. എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. കോഫി വിത്ത് വാനിലയാണ്, സൂപ്പർ ടേസ്റ്റാണത്. നമ്മൾ വാനിലയും കോഫി അല്ലെങ്കിൽ വാനില വിത്ത് ചോക്ലേറ്റ് ആ കോമ്പിനേഷനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് ലാസ്റ്റ് സെർവ് ചെയ്യാൻ നേരത്ത് ഇരിക്കുന്നത്. നല്ല അസൽ ടേസ്റ്റാണ് കേട്ടോ. ആ 2 ലെയറും വിത്ത് മുകളിലത്തെ ലെയറും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ദീപാവലിയോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.